ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചെങ്കൽ മധുവിന്റെ ആൾക്കാർ നമ്മുടെ പിന്നാലെ വരുമോ? അവര് വരും. ഈ നഗരം ഭരിക്കുന്ന ഏറ്റവും വലിയ ഗുണ്ടയുടെ വല പൊട്ടിച്ച് പോകുന്നതല്ലേ. അവര് വെറുതെ ഇരിക്കൊന്നുമില്ല. എന്നെ കിട്ടാത്തതുകൊണ്ട് വീട്ടിൽ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നാ എൻ്റെ പേടി. നമ്മളെങ്ങോട്ടായി പോകുന്നത്? അതൊക്കെ പറയാം. 2 ദിവസത്തേക്ക് നമുക്ക് സേഫായ ഒരു സ്ഥലത്തോട്ട് മാറണം. അപ്പോഴേക്കും പ്രശ്നങ്ങളൊക്കെ തീർന്ന് സെറ്റിലാവും. അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇപ്പൊ അങ്ങോട്ട് പോയാൽ പ്രോബ്ലമാണ്. അല്ല, ധനുഷിന്റെ വണ്ടി കാണുന്നില്ലല്ലോ. അവര് ചിലപ്പോ വേറെ വഴിക്ക് പോയി കാണും. എന്നാ പിന്നെ നിങ്ങൾ വയ്ക്കോ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എനിക്ക് സ്റ്റേഷനിൽ നിന്ന് വണ്ടി വരും. ശരി സാർ. താങ്ക് യു സാർ. ഓക്കെ. അണ്ണ നമ്മളെ കൊല്ലും. മിസ്സായി പോയല്ലോ. കിട്ടൂടാ, കിട്ടും. പോട്ട് പോട്ട് പോട്ട്, ചവിട്ടി വിടറാ. എന്താ എന്താ കാണിക്കുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അവനെവിടാ? പോയി നോക്കടാ. വിടാം. ശരിക്കും നോക്ക്. വിടാൻ. നോക്കിയാ അവൻ രക്ഷപ്പെടണ. മര്യാദക്ക് അവൻ അണ്ണന്റെ അടുത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുന്ന അറിയാലോ. കേട്ടാ? വാടാ. ഇതൊക്കെ നോക്കണ്ടേ തമ്പാനെ? എല്ലാം നോക്കിയതാണോ? പക്ഷെ അവന്മാര് നമ്മുടെ വണ്ടിയുടെ ടയറ് പഞ്ചറാക്കി കളഞ്ഞു. അല്ലെങ്കിൽ പിടിച്ചാനെ. വെയിമ്പ് പറയല്ലേ തമ്പാനെ? അവനെ കളഞ്ഞിട്ട് എന്റെ മുമ്പ് ഒന്ന് നിൽക്കുന്നത് എന്ത് ധൈര്യത്തിലാടാ? പൊക്കോ, ഇപ്പൊ തന്നെ പൊക്കോ. ഈ ഭൂമിയുടെ ഏത് അറ്റത്ത് പോയി ഒളിച്ചാലും അവനെ കണ്ടുപിടിച്ചിരിക്കണം. മനസ്സിലായോ? അണ്ണ വിഷമിക്കണ്ട. അടുത്ത തവണ നമ്മളവനെ പൊക്കിയിരിക്കും. ഇവന്മാരുടെ മണ്ടത്തരം കൊണ്ട് ഒന്നും നടക്കാതെ പോയത്. അർച്ചന വളരെ കൃത്യമായിട്ട് എല്ലാം പ്ലാൻ ചെയ്തിട്ടാ വന്നത്. അവര് വണ്ടിയുടെ കാറ്റഴിച്ചു വിട്ടത് പോലും ഇവന്മാരറിഞ്ഞില്ല. വക്കീലേ, അവൾക്കുള്ള പണി ഞാൻ ഇന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. അവൾ ഇന്നറിയും മധു ആരാണെന്ന്. അനുവേട്ടാ, വാ. നിങ്ങൾ എവിടെയൊക്കെ തന്നെ ഉണ്ടാവണം. ശരി. അനുവേട്ടൻ പേടിക്കണ്ട. ഇത് വളരെ സേഫ് ആയൊരു സ്ഥലമാണ്. നമുക്ക് കുറച്ച് ദിവസം ഇവിടെ താമസിച്ചേ പറ്റൂ.
ചെങ്കൽ മധുവിന്റെ ആൾക്കാർ നമ്മുടെ പിന്നാലെ വരുമോ? അവര് വരും. ഈ നഗരം ഭരിക്കുന്ന ഏറ്റവും വലിയ ഗുണ്ടയുടെ വല പൊട്ടിച്ച് പോകുന്നതല്ലേ. അവര് വെറുതെ ഇരിക്കൊന്നുമില്ല. എന്നെ കിട്ടാത്തതുകൊണ്ട് വീട്ടിൽ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നാ എൻ്റെ പേടി. കഴിഞ്ഞ തവണത്തെ പ്രശ്നങ്ങൾ കാരണം അച്ഛനും അമ്മയും ആകെ പേടിച്ചിരിക്കാവും. അതൊക്കെ അർച്ചനടുത്തിയും സച്ചേട്ടനും നോക്കിക്കോളും. തൽക്കാലം എവിടേക്ക് ആരും വരാൻ പോകുന്നില്ല. 1.5 കിലോമീറ്റർ അപ്പുറത്തോട്ട് ആരെങ്കിലും എത്തിയാ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അതിനുള്ള ആളുകളെയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കും. എത്ര ദിവസം നമുക്കിങ്ങനെ ഒളിവിൽ താമസിക്കാൻ പറ്റും? ഇതിനൊരു അവസാനം വേണ്ടേ? എനിക്ക് മീരി അമ്മയും ആവണിമോളൊക്കെ ഒന്ന് കാണാൻ കൊതിയാവുന്നു. അനുപേട്ടൻ സമാധാനിക്ക്. അധിക ദിവസമൊന്നും വേണ്ടിവരില്ല. എത്രയും പെട്ടെന്ന് ചെങ്കൽ മധുവുമായി ആ വക്കീൽ വഴി ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അനുപേട്ടന്റെ ജീവന്റെ സുരക്ഷിതത്വം ഉറപ്പായാൽ മാത്രമേ നമ്മൾ ഇവിടുന്ന് പുറത്തു പോകൂ. അതുവരെ ഞാനും ഇവിടെ തന്നെ ഉണ്ടാവും. എന്തൊരു വിധിയാണിത്! ഒരു തെറ്റും ചെയ്യാതെ ഒരു കുറ്റവാളിയെ പോലെ ജീവനിൽ പേടിച്ച് ഒളിച്ച് ജീവിക്കേണ്ടി വരിക. ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാ. അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരും. അത് നമ്മളെ ആകെ തകർത്ത് കളയും. ചിലപ്പോ പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കും. എങ്ങനെ അതിനോടൊക്കെ പെരുമാറണമെന്നോ പ്രതികരിക്കണമെന്നോ പോലും നമുക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. അതിനു മുൻപേ നമ്മൾ വീണു പോവും. ചിലപ്പോൾ നമ്മൾ ജയിലിലായെന്നും വരും. പക്ഷെ ഇതിനൊക്കെ നമ്മൾ നേരിട്ടേ പറ്റൂ. അനുപേട്ടൻ നിരപരാധിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ മരിച്ചുപോയത് ചെങ്കൽ മധു എന്ന ഗുണ്ടയുടെ പെങ്ങളാണ്. ഈ സിറ്റിയിലുള്ള അവന്റെ സ്വാധീനവും സെറ്റപ്പൊന്നും അനുപേട്ടൻ ഒരുപക്ഷെ അറിയില്ലായിരിക്കും. നമ്മുടെ ഈ സ്ഥലം തന്നെ അവന് കണ്ടുപിടിക്കാൻ അങ്ങനെ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഒരു 3-4 ദിവസം. അതിനുള്ളിൽ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ അവൻ നമ്മളെ തേടി ഇവിടെയും വരും. ആ കരുതലോടെ വേണം എപ്പോഴും നമ്മളിരിക്കാൻ. എനിക്കിപ്പോ പേടി തോന്നുന്ന കാര്യം ഇത് മാത്രമല്ല ധനുഷേ. വേറെ എന്താ? ഞാൻ വളരെ സാവധാന വണ്ടി ഓടിച്ചത്. പക്ഷേ എനിക്ക് നേരെ വന്ന ആ ടിപ്പർ ലോറി അപ്പുറത്തെ ട്രാക്കിൽ നിന്നും പെട്ടെന്ന് എൻ്റെ നേരെ തിരിഞ്ഞു വരികയായിരുന്നു.